ഹായ് ഫ്രണ്ട്സ്, ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കോണ്ടാക്ടറിനെ കുറിച്ചാണ്. പവർ സർക്യൂട്ടിനെയോ കൺട്രോൾ സർക്യൂട്ടിനെയോ സ്വിച്ച് ചെയ്യാൻ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഇലക്ട്രിക്കലി കൺട്രോൾഡ് സ്വിച്ച് അല്ലെങ്കിൽ ഒരു ഇലക്ട്രോ മെക്കാനിക്കൽ ഡിവൈസ് ആണ് കോണ്ടാക്ടർ. ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എല്ലാം വരുന്നത് റിലേയുടേതിന് സമാനമായിട്ട് തന്നെയാണ്. അതായത് കോയിൽ സപ്ലൈ ടെർമിനലിൽ വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ നോർമലി ഓപ്പൺ കോണ്ടാക്ട് ക്ലോസ് ആവുകയോ അല്ലെങ്കിൽ കണക്ട് ആവുകയോ, നോർമലി ക്ലോസ്ഡ് കോണ്ടാക്ട് ഓപ്പൺ ആവുകയോ അല്ലെങ്കിൽ ഡിസ്കണക്ട് ആവുകയോ ആണ് ചെയ്യുന്നത്. റിലേയെ കുറിച്ചുള്ള വീഡിയോ കണ്ടിട്ടില്ല എങ്കിൽ മുകളിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോ തുടർന്ന് കാണുക. ഇനി നമുക്ക് ഒരു കോണ്ടാക്ടറിന്റെ വർക്കിംഗ്, ഒരു കോണ്ടാക്ടർ അയച്ച് അതിനുള്ളിലെ ഭാഗങ്ങൾ നോക്കി തന്നെ മനസ്സിലാക്കാം. ഇത് L&Tയുടെ MNX18 എന്ന് പറയുന്ന പവർ കോണ്ടാക്ടർ ആണ്. ഇതിന് 3 പവർ കോണ്ടാക്റ്റുകളും ഒരു ഓക്സിലറി NO കോണ്ടാക്റ്റുമാണ് ഉള്ളത്. ഇതിൽ A1 A2 ടെർമിനലിൽ 240 വോൾട്ട് AC അപ്ലൈ ചെയ്യുമ്പോൾ ഇതിലെ L1 T1 എന്ന് പറയുന്ന ഈ കോണ്ടാക്റ്റും L2 T2 എന്ന് പറയുന്ന കോണ്ടാക്റ്റും L3 T3 എന്ന് പറയുന്ന കോണ്ടാക്റ്റും ഈ 13 14 എന്നുള്ള ഈ NO കോണ്ടാക്റ്റും കണക്ട് ആവുകയാണ് ചെയ്യുന്നത്. ഇതിൽ 2 കൺട്രോൾ കോയിൽ സപ്ലൈ ടെർമിനൽ ഉണ്ട്. A1 A2 ടെർമിനലിൽ 2 എണ്ണം ഉണ്ട്. ഇതിന്റെ വർക്കിംഗ് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന് 2 A1 A2 ടെർമിനൽ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഇതിന്റെ വർക്കിംഗ് കറക്റ്റ് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മൾ ഇതിന് കണക്ഷൻ കൊടുത്തിരിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, കോയിൽ വോൾട്ടേജ് ഒരു A1 A2 ടെർമിനലിൽ കോയിൽ വോൾട്ടേജ് കൊടുക്കുകയും മൾട്ടിമീറ്റർ AC വോൾട്ടേജ് മോഡിൽ ഇട്ടതിന് ശേഷം മൾട്ടിമീറ്ററിന്റെ പ്രോബ് അടുത്ത A1 A2 ടെർമിനലിൽ കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിന്റെ ഈ കോണ്ടാക്ട് ശരിക്കും പിടിക്കുന്നത് വിസിബിൾ ആവാൻ വേണ്ടി നമുക്ക് ഇതിന്റെ കളർ അയച്ചു നോക്കാം. ഇനി ഇതിന്റെ കോയിലേക്ക് സപ്ലൈ കൊടുത്ത് നോക്കാം. അപ്പോൾ 240 കോണ്ടാക്ട് ഓൺ ആകുന്നത് കാണുന്നുണ്ട്, ഓഫ് ആകുമ്പോൾ കോണ്ടാക്ട് ഓഫ് ആകുന്നത് കാണുന്നുണ്ട്. ഇനി ഓൺ ആക്കുന്ന സമയത്ത് 230 ഇതിൽ 239 വോൾട്ടേജ് AC മൾട്ടിമീറ്റർ ഡിസ്പ്ലേ കാണുന്നുണ്ട്. ഇത് കോണ്ടാക്ടർ ഓൺ ആകുന്നതും കാണുന്നുണ്ട്. കോണ്ടാക്ടറിന്റെ വർക്കിംഗ് എങ്ങനെ എന്ന് മനസ്സിലാക്കുന്നതിനോടൊപ്പം തന്നെ കോണ്ടാക്ടറിന്റെ കോയിൽ എങ്ങനെ റീപ്ലേസ് ചെയ്യാം എന്നുള്ളതിനും കൂടി ഈ വീഡിയോ ഉപകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി അതിനായി നമുക്ക് ആദ്യം കോണ്ടാക്ടറിന്റെ ഈ കവർ അയക്കാം. എന്നിട്ട് കോണ്ടാക്ടറിന്റെ ഈ ടെർമിനലും കാര്യങ്ങളും എല്ലാം മാർക്ക് ചെയ്തിരിക്കുന്ന ഈ കവറും അയക്കാം. കോയിലിൽ 240 വോൾട്ട് AC കൊടുക്കുമ്പോൾ ഈ കോറ് മാഗ്നറ്റ് ആവുകയും അത് കോറ് ഉള്ളിലേക്ക് അട്രാക്ട് ആവുകയും അതോടൊപ്പം ഈ കോറിൽ പിടിപ്പിച്ചിരിക്കുന്ന ഈ സ്ട്രിപ്പ് ഉള്ളിലേക്ക് അട്രാക്ട് ആയിട്ട് ഉള്ളിലേക്ക് ചെന്നിട്ട് ഈ കോണ്ടാക്റ്റുകൾ തമ്മിൽ കണക്ട് ആക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ഉള്ളിൽ എങ്ങനെയെന്ന് നോക്കാം. അതിനായി നമുക്ക് ഇതിന്റെ ഈ കോയിലിന്റെ കവർ അയക്കാം. ഇതിന്റെ ഉള്ളിൽ ഈ 2 ലോക്കുകൾ ഉണ്ട്. ഈ 2 ലോക്കുകൾ അയച്ചിട്ട് ആ ക്ലിപ്പ് തുറന്നതിന് ശേഷം ഈ 2 ലോക്കുകൾ അയച്ചിട്ട് നമുക്കത് പുറത്തെടുക്കാം. ഇങ്ങനെ നമുക്കിത് ഇതിന്റെ ആ കോണ്ടാക്ട്സ് നമുക്ക് പുറത്തെടുക്കാം. ആ കോണ്ടാക്ട്സും ആ കോറും, ഇത് കോറാണ്, സ്പ്രിങ്ങും ഉണ്ട്. ഇത് ആ കോർ ഉള്ളിലേക്ക് വലിക്കുമ്പോൾ അത് കോണ്ടാക്ട് ആവുന്നത് ഇങ്ങനെയാണ്. ഇനി ഈ സ്പ്രിങ് എന്തിനാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, കോയിൽ സപ്ലൈ ഇല്ലാത്ത സമയത്ത് ഈ കോണ്ടാക്റ്റുകൾ തിരിച്ച് അതിന്റെ നോർമൽ പൊസിഷനിലേക്ക് തിരിച്ചു പോകാനാണ് ഈ സ്പ്രിങ്. അതുപോലെ ഇതാണ് അതിന്റെ കോയില്, ഇതാണ്
കോണ്ടാക്ടറിന്റെ കോയില് ഇതിൽ രണ്ട് A1 A2 ടെർമിനൽ, രണ്ട് ടെർമിനൽ നമുക്ക് അവിടെ കാണാം. മൊത്തം 4 ടെർമിനൽ, രണ്ട് A1 രണ്ട് A2 ടെർമിനലായിട്ട് മൊത്തം 4 ടെർമിനൽ കാണാം. അതുപോലെ 240 വോൾട്ട് AC 240 വോൾട്ട് 50 ഹെർട്സ് 60 ഹെർട്സ് എന്ന് എഴുതി വെച്ചിരിക്കുന്നത് 240 വോൾട്ട് AC ആണ് ഇതിന്റെ കോയിൽ സപ്ലൈ എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇനി നമുക്കിത് പഴയ പോലെ തന്നെ തിരിച്ച് ആ ലോക്കിലേക്ക്, ആ ക്ലിപ്പിലേക്ക് ഇട്ടിട്ട് അത് ലോക്ക് ചെയ്ത് പഴയ പോലെ തന്നെ ഫിറ്റ് ചെയ്യാം. ഇനി ഇതിന്റെ ഈ രണ്ട് ഡോട്ടും മാച്ച് ആക്കിയതിന് ശേഷം ഈ ആരോ മാർക്ക് കാണിച്ചതുപോലെ താഴോട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ കവർ കറക്റ്റ് ആയിട്ട് അതിൽ ഫിറ്റ് ആവുന്നതാണ്. വീഡിയോയുടെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു ഈ ഒരു കോണ്ടാക്ടറിന് 3 പവർ കോണ്ടാക്റ്റുകളും ഒരു ഓക്സിലറി കോണ്ടാക്റ്റുമാണ് ഉള്ളത് എന്ന്. അതിൽ എന്താണ് ഈ ഓക്സിലറി കോണ്ടാക്ട് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഈ കോണ്ടാക്ടറിന്റെ വർക്കിംഗ് കണ്ടീഷൻ നമുക്ക് ഈ കൺട്രോൾ സർക്യൂട്ടിൽ എവിടെയെങ്കിലും യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുപയോഗിക്കുന്ന കോണ്ടാക്റ്റുകളാണ് ഈ ഓക്സിലറി കോണ്ടാക്ട് എന്ന് പറയുന്നത്. ഇനി ഇതിലിപ്പം ഒരു NO ഓക്സിലറി കോണ്ടാക്ട് ഉണ്ട്. ഇനി ഇതിൽ ഇൻബിൽട്ട് ആയിട്ട് നമുക്ക് NC വേണം. ഇതിലിപ്പോ NO ഓക്സിലറി കോണ്ടാക്ട് ഉണ്ട്. ഇനി നമുക്ക് ഇതിൽ ഓക്സിലറി കോണ്ടാക്ട് NC ഓക്സിലറി കോണ്ടാക്ട് വേണം, അല്ലെങ്കിൽ ഒന്നിലധികം NO കോണ്ടാക്ട് വേണം എന്നുണ്ടെങ്കിൽ അതിനായി നമുക്ക് ഇതിലേക്ക്, അല്ലെങ്കിൽ ഇതിൽ ഇൻബിൽട്ട് ആയിട്ട് ഓക്സിലറി കോണ്ടാക്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് NO NC ഓക്സിലറി കോണ്ടാക്ട് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഓക്സിലറി കോണ്ടാക്ട് ആഡ് ചെയ്യാവുന്നതാണ്. ആ ഓക്സിലറി കോണ്ടാക്ട് ആഡ് ചെയ്യുന്ന ആ ബ്ലോക്കിനെ പറയുന്ന പേരാണ് ആഡ് ഓൺ ബ്ലോക്ക് എന്നുള്ളത്. അപ്പോ ഒരു ആഡ് ഓൺ ബ്ലോക്ക് എങ്ങനെ കോണ്ടാക്ടറിൽ എങ്ങനെ ഓക്സിലറി കോണ്ടാക്ട് അല്ലെങ്കിൽ ആഡ് ഓൺ ബ്ലോക്ക് നമുക്ക് എങ്ങനെ ഒരു കോണ്ടാക്ടറിൽ ഫിറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. അതിനായി നമുക്ക് ആദ്യം ഇതിന്റെ മുകളിലുള്ള ഈ കവർ അയക്കാം. അതിനുശേഷം ഈ ആഡ് ഓൺ ബ്ലോക്കിലുള്ള കോണ്ടാക്ടുകളുമുള്ള ഈ ഡോട്ട് മാച്ച് ആക്കി വെച്ചിട്ടുണ്ട്. ലോക്ക് വരുന്ന ഈ ക്ലിപ്പ് ജസ്റ്റ് ആരോ മാർക്ക് കാണിച്ച് അതിനനുസരിച്ചിട്ട് താഴോട്ട് പ്രസ് ചെയ്താൽ ഇത് ആഡ് ഓൺ ബ്ലോക്ക് കോണ്ടാക്ടറിൽ കറക്റ്റായി ഫിറ്റ് ആയി നിൽക്കുന്നതാണ്. ഇനി ഈ ആഡ് ഓൺ ബ്ലോക്ക് റിമൂവ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഈ ആഡ് ഓൺ ബ്ലോക്ക് റിമൂവ് ചെയ്യാനായിട്ട് ഇതില് ആ ക്ലിപ്പ് മുകളിലോട്ട് പ്രസ് ചെയ്തിട്ട് ഈ ആരോ മാർക്കിനനുസരിച്ച് ഈ ആരോ മാർക്കിന്റെ റിവേഴ്സ് ആയിട്ട് നമുക്ക് താഴെ നിന്ന് ഇവിടുന്ന് ഇങ്ങോട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് ഊരിയെടുക്കാവുന്നതാണ്. ഇനി മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ഇതിന്റെ വർക്കിംഗ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക്. ഇതിൽ ഈ ഒരു ആഡ് ഓൺ ബ്ലോക്കിൽ രണ്ട് NC കോണ്ടാക്റ്റുകളും രണ്ട് NO കോണ്ടാക്റ്റുകളുമാണ് ഇതിലുള്ളത്. അതായത് ഇതില് കോണ്ടാക്ടറിന്റെ കോയിലിലേക്ക് സപ്ലൈ കൊടുക്കാതിരിക്കുന്ന സമയത്ത് ഈ NC കോണ്ടാക്റ്റുകൾ തമ്മിൽ കണക്ഷൻ കിട്ടുകയും ഈ NO കോണ്ടാക്റ്റുകൾ തമ്മിൽ കണക്ഷൻ ഇല്ലാതിരിക്കുകയാണ് ചെയ്യുന്നത്. ഇനി കോണ്ടാക്ടറിലേക്ക് സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ഈ രണ്ട് NO കോണ്ടാക്റ്റുകൾ തമ്മിൽ കണക്ഷൻ കിട്ടുകയും ഈ NC കോണ്ടാക്റ്റുകൾ തമ്മിലുള്ള കണക്ഷൻ വിടുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി മൾട്ടിമീറ്റർ വെച്ച് നമുക്ക് ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോ കോണ്ടാക്റ്റിൽ സപ്ലൈ കൊടുത്തിട്ടില്ല, കോയിൽ വോൾട്ടേജ് കൊടുത്തിട്ടില്ല. അപ്പോൾ NCയിൽ കണക്ഷൻ കണ്ടിന്യൂറ്റി കിട്ടുന്നുണ്ട്, നമുക്ക് മൾട്ടിമീറ്റർ കിട്ടുന്നുണ്ട്. NOയിൽ കണ്ടിന്യൂറ്റി കിട്ടുന്നില്ല, NOയിൽ കണ്ടിന്യൂറ്റി കിട്ടുന്നില്ല. ഇനി നമുക്ക് ഇതിന്റെ സപ്ലൈ കൊടുത്ത് കോയിൽ വോൾട്ടേജ് 240 വോൾട്ട് കോയിൽ വോൾട്ടേജ് ഓൺ ആക്കി നോക്കാം. MCB വഴി ഓൺ ആക്കി നോക്കാം.
വഴി ഓൺ ആക്കി നോക്കുമ്പോൾ അവിടെ കോൺടാക്ട് ഓൺ ആയതായിട്ട് കാണും. ആൻഡ്രോയിഡ് ബ്ലോക്കിൽ നമുക്ക് കാണാൻ കഴിയും കോൺടാക്ട് ഓൺ ആയതായിട്ട്. ഈ അതിന്റെ എൻഒയിൽ ഇപ്പോൾ സപ്ലൈ കിട്ടണം. അതുപോലെ NCയിൽ സപ്ലൈ ഇതിന്റെ എൻഒയിൽ കണ്ടിന്യൂറ്റി കിട്ടണം. അതുപോലെ NCയിൽ കണ്ടിന്യൂറ്റി കിട്ടുകയും ചെയ്യും. അപ്പൊ ഒരു എൻഒയിൽ കണ്ടിന്യൂറ്റി കിട്ടുന്നുണ്ട്, NCയിൽ കണ്ടിന്യൂറ്റി കിട്ടുന്നില്ല. എൻഒയിൽ കണ്ടിന്യൂറ്റി കിട്ടണം, പക്ഷെ ഈ എൻഒയിൽ നമുക്ക് കണ്ടിന്യൂറ്റി കിട്ടുന്നില്ല. മൾട്ടിമീറ്ററിൽ സൗണ്ട് കേൾക്കുന്നില്ല. അപ്പോ അതിനർത്ഥം ഈ ഒരു ഓക്സിലറി കോണ്ടാക്ടിന്റെ ഈ NO കോണ്ടാക്ട് ഈ ഓക്സിലറി കോണ്ടാക്ടിന്റെ ഈ NO കോണ്ടാക്ട് വർക്ക് ചെയ്യും, മീൻസ് ഫോൾട്ടി ആണ്, അത് കംപ്ലൈന്റ് ആണ് എന്നുള്ളതാണ്. അതുപോലെ നമുക്ക് ഈ NO കോണ്ടാക്ട് നമുക്ക് കണ്ടിന്യൂറ്റി കിട്ടിയിരുന്നു. അതുപോലെ ഈ NC കോണ്ടാക്ടും കോയിൽ സപ്ലൈ ഇല്ലാത്ത സമയത്ത് കണ്ടിന്യൂറ്റി കിട്ടുകയും കോയിൽ സപ്ലൈ കൊടുത്ത സമയത്ത് കണ്ടിന്യൂറ്റി ഡിസ്കണക്ട് ആവുകയും ചെയ്തിരുന്നു.